ഹായ്, ഞാനും അപ്പവും കൂടെ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം ഫുക്കുക്കാണെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അവിടെ മാത്രമുള്ളൊരു സ്പെഷ്യൽ പരിപാടി ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നത്. അങ്ങനെ ഫുക്കുക്കിൽ നമ്മൾ കാത്തിരുന്ന ആ സ്പെഷ്യൽ ഡേ എത്തി. രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഡ്രൈവർ മച്ചൻ വന്ന് താഴെ നിൽപ്പുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പരിപാടി ഈ കാണുന്ന ബോട്ടിൽ കയറിയിട്ട് ഇവിടെയുള്ള 4 ഐലൻഡുകളിലേക്ക് പോവാണ്. ദേ നോക്കിക്കോ, ഐലൻഡ് എന്ന് മുഴുവനായിട്ട് പറയാൻ പോലും ഇല്ല. അത്രയും ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളാണ്. ഓരോ ദ്വീപിലും ഓരോ ആക്ടിവിറ്റീസ് ആണ്, സ്നോർക്കലിംഗ് ഒക്കെ പോലെ. ദേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ദ്വീപാണ് ഉള്ളതിലെ ഏറ്റവും വലുത് കേട്ടോ. അതിലെ ഇങ്ങനെ നടന്നു പോയപ്പോ എനിക്ക് നമ്മുടെ ദുൽഖറിന്റെ നീലാകാശം പച്ചക്കടൽ ആ ഫിലിം ഓർമ്മ വന്നത്. നേരെ ഈ ബ്യൂട്ടിഫുൾ ബീച്ചിലേക്കുമാണ് എത്തിയത്. അവിടുത്തെ മണലൊക്കെ എന്ത് സോഫ്റ്റ് ആയിരുന്നറിയോ. ഈ ബീച്ചിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബീച്ചാണോ കൂടുതൽ ഇഷ്ടം, മലകളാണോ കൂടുതൽ ഇഷ്ടം? കമന്റ് ചെയ്യണേ, നമുക്ക് നോക്കാലോ. എനിക്ക് വൈകുന്നേരത്തെ ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടം. എനിവേസ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഈ കാണുന്ന പേൾ ഫാക്ടറി ആയിരുന്നു കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം സൂക്ഷിച്ചു കേട്ടോ, ഇങ്ങനത്തെ മാല വാങ്ങുമ്പോൾ ഒന്ന് ഉരച്ചിട്ട് ഷർട്ടിൽ അങ്ങ് തേക്കുക. പൊടി വന്നാൽ ഒറിജിനൽ ആണ്, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കേട്ടോ. പേൾ മാല ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തേക്ക് കേട്ടോ. ആർക്ക്? പേളി മാണിക്കോ? പേളി മാണിക്കാൻ. ഇന്നും ഉച്ചക്കത്തെ ഫുഡ് വിയറ്റ്നാമീസ് ക്യൂസീൻ ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ പാക്കേജിന്റെ ഉള്ളിലുള്ളതായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബുഫേ ആയതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്ന ആ പരിപാടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ കണ്ട ഐറ്റം അല്ല കേട്ടോ. ഇവിടെ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കേബിൾ കാർ ഉണ്ട്. ഈ കാണുന്നതാണ് സംഭവം. ഓൾമോസ്റ്റ് 8 കിലോമീറ്റേഴ്സ് ഈ കേബിൾ കാറിൽ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാം. ആദ്യമേ ഹൈറ്റിന്റെ ചെറിയൊരു പേടി തോന്നി, പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പൊളിയായിരുന്നു. ഓർക്കുന്നില്ലേ, നമ്മൾ രാവിലെ 4 ഐലൻഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പൊ നമ്മളിങ്ങനെ കേബിൾ കാറിൽ പോകുമ്പോൾ ഈ ഐലൻഡുകളൊക്കെ നമ്മുടെ താഴെ കാണാം. അത് കണ്ടോ, ബിജിലേഷിന്റെ വീട്, സുമേഷിന്റെ വീട്. ശരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. കാര്യം ഇതിന്റെ ചുറ്റും ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് 360 വ്യൂ ആണ്. താഴെ തിരമാല അടിക്കുന്നതും കുട്ടികളെ കളിക്കുന്നതും എന്ത് രസമാണ് നോക്കിയേ. അങ്ങനെ അതും എക്സ്പീരിയൻസ് ചെയ്ത് ഹാപ്പി ആയിട്ട് വൈകുന്നേരം നമ്മൾ ഇവിടുത്തെ ടൗൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് കാർ ബുക്ക് ചെയ്താൽ ടൗണിൽ കൂടെ അവർ ഫുള്ള് കറക്കും. ശരിക്കും പറഞ്ഞാൽ ഫുക്കുക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ പോയി നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഞങ്ങൾ പോയത് ടൂറിസ്റ്റ് സ്റ്റോറീസിന്റെ പാക്കേജിലാണ് കേട്ടോ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫുക്കുക്കിനെ നിങ്ങളുടെ വിഷ് ലിസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചോളൂ. ഒരുമിച്ച് ട്രാവൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ ആ ഫ്രണ്ടിനെ ഇപ്പൊ തന്നെ വീഡിയോ അയച്ചു കൊടുത്തേക്ക്. സോ കീപ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.